ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? PPT വിസിബിൾ ആണല്ലോ അല്ലെ? ഹെല്ല? ക്ലിയർ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്കണോമിക് ഗ്രോത്ത് മോഡൽസ് ആയിരുന്നു, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് മോഡൽസും ആയിരുന്നു. നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ദർ ഈസ് എ സ്പെസിഫിക് ഏരിയ ഫോർ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിനെ പറ്റിയിട്ട് നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്കൽ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടാണ്. വി നോ വി ഹാവ് മെയിൻലി ടു ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ആ ടെക്നിക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ടെക്നിക്കലാണ്, അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ ടെക്നിക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് നമുക്കറിയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻപുട്ടുകളെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയാറുള്ളത് അല്ലെ? അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക് വിച്ച് മീൻസ് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്കിൽ വരുന്ന പ്രോഗ്രസ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ടെക്നിക്കൽ പ്രോഗ്രസ് ആണ് സോളോ മോഡൽ പ്രകാരം ലോങ് റൺ ഇക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ലോങ് റൺ ഇക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആക്കുന്നത് നമ്മൾ പറഞ്ഞ ഹാരോൾഡ് ഡോമർ മോഡലിലൊക്കെ പഠിച്ച there is a huge relationship between capital output ratio and investment and ഗ്രോത്ത് ഓഫ് എ കൺട്രി അല്ലെ? പക്ഷേ അതേസമയം അത് ഷോർട്ട് റണ്ണിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നാണ് സോളോ പറഞ്ഞത്. ലോങ് റണ്ണിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നമുക്ക് ഗ്രോത്ത് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ടെക്നിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഒരു പോയിന്റ് ആണ്. അതായത് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് സെയിം എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമ്മൾ ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പഴയ കാലത്ത് ഒരു 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 ഏക്കർ ലാൻഡിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത് ഒരു 3 ടൺ അരിയാണെങ്കിൽ ഇന്ന് ട്രാക്ടറും മെഷീനറീസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് 5-10 ടണ്ണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെക്നോളജിക്കൽ പ്രൊഡക്ഷൻ. അതായത് സെയിം ലെവൽ ഓഫ് ഇൻപുട്ടുകൾ യൂസ് ചെയ്തിട്ട്, സെയിം ലെവൽ ഓഫ് ഗുഡ്സ് യൂസ് ചെയ്തിട്ട്, സെയിം ലെവൽ ഓഫ് കമ്മോഡിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ടെക്നിക്കൽ പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ് ഗ്രോത്ത് തിയറിയിലെ പെർ ക്യാപിറ്റ ഇൻകവും ലിവിങ് സ്റ്റാൻഡേർഡും ഇംപ്രൂവ് ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ ഇക്കണോമിസ്റ്റുകൾ രണ്ടെണ്ണമായിട്ടാണ് തരംതിരിക്കുന്നത്: എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസും ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസും. അതുപോലെ തന്നെ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്, ലേബർ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്, ക്യാപിറ്റൽ സേവിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവില് നമുക്കുള്ളത് എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസും ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസും ആണ്. സോ എന്താണ് ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ്? അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ന്യൂ മെഷീനറീസോ ഫിസിക്കൽ ക്യാപിറ്റലിനെയോ ബാധിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന ടെക്നിക്കൽ പ്രോഗ്രസ്സുകളെയാണ് നമ്മൾ ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും വിത്തൗട്ട് റിക്വയറിംഗ് റീപ്ലേസ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അതായത് നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിനെ റീപ്ലേസ് ചെയ്യാതെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പുതിയ നമ്മുടെ നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റലിനെ റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കൽ പ്രോഗ്രസ്സുകളെയാണ് നമ്മൾ ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയാം. അതായത് ഇതെന്തല്ല ഒരു സ്പെസിഫിക് മെഷീനുമായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് ക്യാപിറ്റൽ ഗുഡുമായിട്ടൊന്നും ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓർഗനൈസേഷൻ വരുന്നത്, മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നത്, ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നത്, ട്രെയിനിങ് കിട്ടുന്നത്, റിസർച്ച് കിട്ടുന്നത്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്നതൊക്കെയാണ്. അല്ലാണ്ട് എന്തല്ല അത് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല എന്നർത്ഥം.
നമ്മൾ കൂടുതൽ നോളജും കൂടുതൽ ഐഡിയയും ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ എന്താവും? ഇറ്റ് വിൽ ബി മോർ പ്രൊഡക്റ്റീവ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നർത്ഥം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ഷിഫ്റ്റ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അപ്വേർഡ് വിത്തൗട്ട് നെസസറിലി ഇൻക്രീസിങ് ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാതെ തന്നെ, അതായത് ക്യാപിറ്റലിനെ നമ്മൾ അതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെഷീനറീസിൽ ഒരു തരത്തിലുള്ള ചേഞ്ചസും വരാതെ തന്നെ ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഫംഗ്ഷനെ റൈറ്റ് വേർഡിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിയോ ക്ലാസിക്കൽ മോഡലില്, പ്രത്യേകിച്ച് നിയോ ക്ലാസിക്കൽ മോഡൽ നമ്മൾ പറയുമ്പോൾ സോളോ ഗ്രോത്ത് മോഡൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു അല്ലെ. സോളോ ഗ്രോത്ത് മോഡലിൽ നിങ്ങൾ മനസ്സിലാക്കണം, ടെക്നിക്കൽ പ്രോഗ്രസ് ഡിസ്എംബഡീഡ് അല്ലെങ്കിൽ എക്സോജീനിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് എക്സോജീനിയസ്? വി ഹാവ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് അല്ലെ. എക്സോജീനിയസ് എന്ന് പറഞ്ഞാല് ആ ഒരു മോഡലിന് അപ്പുറത്ത് നടക്കുന്ന, ഔട്ട് ഓഫ് മോഡൽ നടക്കുന്ന ഇംപ്രൂവ്മെന്റിനെയാണ് നമ്മൾ എക്സോജീനിയസ് എന്ന് പറയാം. എൻഡോജീനിയസ് എന്നാണെങ്കിൽ ഇൻസൈഡ് ദ മോഡൽ, ആ മോഡലിനകത്ത് നടക്കുന്ന ഇംപ്രൂവ്മെന്റുകളെയാണ് നമ്മൾ എൻഡോജീനിയസ് എന്ന് പറയാം. അപ്പൊ സോളോ മോഡൽ നിങ്ങൾ മനസ്സിലാക്കണം, ടെക്നിക്കൽ പ്രോഗ്രസ് ഡിസ്എംബഡീഡ് ആണ്, അതുപോലെ തന്നെ എക്സോജീനിയസും ആണെന്ന് മനസ്സിലാക്കുക. ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസിന്റെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് കെ എൽ. കെ എന്താണ്? ക്യാപിറ്റൽ ആണ്, എൽ ലേബർ ആണ്, എ ലെവൽ ഓഫ് ടെക്നോളജി ആണ്. അപ്പൊ ഇവിടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ലേബറും ക്യാപിറ്റലും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. നിങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡസ് നോട്ട് റിക്വയർ ന്യൂ മെഷീൻസ്. ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ എന്തിന്റെ ആവശ്യമില്ല? പുതിയ മെഷീൻസിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സ്. അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സിന്റെ, അതായത് നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ തന്നെ എഫിഷ്യൻസി അത് വർദ്ധിപ്പിക്കും. നോളജ് ബേസ്ഡ് ഇംപ്രൂവ്മെന്റ് ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും? അത് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എക്സോജീനിയസ് ആണ്, അതായത് മോഡലിനകത്ത് നടക്കുന്നതാവില്ല എന്നർത്ഥം. അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബെറ്റർ മാനേജ്മെന്റ് ടെക്നിക്സ് പോലെയുള്ള, ഇംപ്രൂവ്ഡ് വർക്കിംഗ് ട്രെയിനിങ് പോലെയുള്ള, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇംപ്രൂവിങ് എഫിഷ്യൻസി പോലെയുള്ള, സയന്റിഫിക് നോളജ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി പോലെയുള്ള. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എന്ത്? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെ. അപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സംഭവിക്കുന്ന ഓരോ സമയത്തും നമ്മൾ മൊബൈൽ ഫോൺ മാറ്റുമോ? ഇല്ല. അത് അതിനകത്ത് നടക്കുന്ന ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ആണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്തേണ്ടതില്ല, നമ്മളെ പ്രൊഡക്റ്റ് മാറ്റേണ്ടതില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുന്നേ ഉള്ളൂ. ഇനി എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതെന്തായിരിക്കും? ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ നമ്മൾ ക്യാപിറ്റലിനെ അല്ലെങ്കിൽ മെഷീനറീസിനെ ചേഞ്ച് ചെയ്യുന്ന ആവശ്യമില്ലെങ്കിൽ, എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ചെയ്യും, പുതിയ ക്യാപിറ്റൽസിനെ, പുതിയ മെഷീനറീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി എപ്പോഴേ ഇൻക്രീസ് ചെയ്യുള്ളൂ? ഓൺലി വെൻ ഫേംസ് ഇൻവെസ്റ്റ് ഇൻ ന്യൂ മെഷീൻസ് ഓർ എക്യുപ്മെന്റ്സ് കണ്ടെയ്നിങ് അഡ്വാൻസ്ഡ് ടെക്നോളജി. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള പുതിയ മെഷീനറീസിലും എക്യുപ്മെന്റ്സിലും ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് നടക്കുള്ളൂ. അതായത് ആ ഓൾഡ് മെഷീനറീസ്, നമ്മൾ ആദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെഷീനറീസ് എന്ത് ചെയ്യും? മേ ബി ലെസ് പ്രൊഡക്റ്റീവ് ആവും. മറ്റു പുതുതായിട്ട് വന്ന മെഷീനറി എന്ത് ചെയ്യും? കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. അപ്പം ടെക്നോളജിക്കൽ പ്രോഗ്രസ് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ പുതിയ ക്യാപിറ്റൽ അക്യുമുലേഷൻ സംഭവിക്കണം. ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? വെൻ വി ഇൻവെസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പുതിയ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവണം. അതായത് എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാല് ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ന്യൂ ടെക്നോളജി. പുതിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുതിയ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ പുതിയ റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് മെഷീനറി ഈസ് വെരി എസെൻഷ്യൽ. നമ്മൾ ആദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെഷീനറിയെ നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മോഡേൺ ഇക്കോണമിയിൽ നടക്കുന്ന പല ഇംപ്രൂവ്മെന്റുകളും നോർമലി എന്താണ്? അത് ഒന്നെങ്കിൽ എംബഡീഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആവാം,
അല്ലെങ്കിൽ ഡിസംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ആവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വർഷവും പുതിയ പുതിയ ഐഫോണുകൾ ഇറങ്ങുന്നുണ്ടല്ലേ. ഇപ്പൊ ഐഫോൺ 17 പ്രോ എത്തി. ആക്ച്വലി ഐഫോൺ 16 പ്രോയിൽ നിന്ന് 17 പ്രോയിലേക്കുള്ള ഇംപ്രൂവ്മെന്റ് അത് എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണോ ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഒരു 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 മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ചേഞ്ച് ആവുന്നത് എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണോ ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണോ? ജസ്റ്റ് ഒന്ന് പറയൂ. മിൻഹ, ഹൃദയ, ഹെൽന. നമ്മൾ പറഞ്ഞു എന്ത്? എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസിന്റെ സമയത്ത് വി വിൽ ചേഞ്ച് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ വി വിൽ ചേഞ്ച് ദ ക്യാപിറ്റൽ, അല്ലെ? അപ്പോ നമ്മളൊരു മൊബൈൽ ഫോൺ മാറ്റിയിട്ട് പുതിയൊരു മൊബൈൽ ഫോണിലേക്ക്, ഐഫോൺ 16 പ്രോയിൽ നിന്ന് 17 പ്രോയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അതെന്താണ്? അത് എംബഡീഡ് ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് ആണ്. അതേസമയം നമ്മൾ ഒരു ഐഫോൺ 15 പ്രോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ മാറ്റുകയാണോ ചെയ്യുന്നത്? അല്ല, സെയിം ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിം ഗുഡ്, സെയിം കമ്മോഡിറ്റി, അതിൽ തന്നെ വരുന്ന ഇംപ്രൂവ്മെന്റ് ആണ് എന്ത്? ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പഠിച്ചാൽ മതി. ഇതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഈസ് ബിൽട്ട് ഇൻ ടു ന്യൂ മെഷീനറി. പുതിയ മെഷീനറിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ ഗുഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓൾഡ് ക്യാപിറ്റൽ ബിക്കം ഒബ്സലേറ്റ്. നമുക്ക് പഴയ ക്യാപിറ്റൽ അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ത് ചെയ്യും? ടെക്നോളജിയെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് മെഷീനറി. പുതിയ പുതിയ ടെക്നോളജിക്കലി വരുന്ന സമയത്ത് പഴയ കാലത്തുള്ള ഗുഡ്സും നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സും കൊമോഡിറ്റീസും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയ പുതിയ മെഷീനറീസ് കൊണ്ടുവരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം, അല്ലെ? AI എല്ലായിടത്തും ഉണ്ട്. മോഡേൺ കമ്പ്യൂട്ടേഴ്സ് റീപ്ലേസിങ് ഓൾഡ് സിസ്റ്റംസ്, അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ്, ഇതൊക്കെ എന്താണ്? എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഡിസെംബഡീഡ് എന്ന് പറഞ്ഞാൽ അവിടെ കറന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്റ്റോക്കിനോ കമ്മോഡിറ്റീസിനോ ഗുഡ്സിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുന്നില്ല. എന്നാൽ എംബഡീഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് തിയറിയാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ആരാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് എന്നുള്ളത്. രണ്ടാളുകളാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പോൾ റോമർ ആണ്, രണ്ട് റോബർട്ട് ലുക്കാസ് ആണ്. നിങ്ങൾ മറക്കരുത്, എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്ന് വന്നാൽ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ആരാണ്? പോൾ റോമർ ആണ്, റോബർട്ട് ലുക്കാസ് ആണ്. നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് തിയറീസ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അതായത് സോളോ ഗ്രോത്ത് മോഡലില് അവര് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ എക്സോജീനിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സോജീനിയസ് ഉണ്ട്, എൻഡോജീനിയസ് ഉണ്ട്. എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് ദ മോഡൽ ആണ്. എൻഡോജീനിയസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോഡൽ, വിച്ച് മീൻസ് ഇന്റേണലി ആ മോഡലിൽ നടക്കുന്ന ഇംപ്രൂവ്മെന്റിനെയാണ് നമ്മൾ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ എന്ന് പറയാം. അപ്പൊ സോളോ ഗ്രോത്ത് മോഡൽ എന്തായിരുന്നു? അത് എക്സോജീനിയസ് ഗ്രോത്ത് മോഡൽ ആയിരുന്നു. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലെ പോൾ റോമറും റോബർട്ട് ലുക്കാസും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി പ്രകാരം ലോങ് റൺ ഗ്രോത്ത് ജനറലി ഉണ്ടാവുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ, ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ലേണിംഗ് ബൈ ഡൂയിങ്, നോളജ് അക്യുമുലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ തിയറി പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഡെലിബറേറ്റ്ലി, അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട്
മുൻ പ്രേരണ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോളിസി ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ് ചെയ്യാണ്. അല്ലാതെ ചിലപ്പോൾ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ പേഴ്സൺസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ അത് ഫേംസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവും. അതായത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തല്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ല. അതെന്താണ്? അതൊരു ഡെലിബറേറ്റ് പരിപാടിയാണ്. അല്ലാതെ വെറുതെ ഒരു ഇക്കോണമിയിൽ എന്തുണ്ടാവില്ല, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. അത് ഇൻസെന്റീവ് കൊടുത്തിട്ട് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത്, പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, നോളജ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുക എന്നുള്ളതാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി പറയുന്നത്. അപ്പൊ നിങ്ങൾ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയുമായി നിങ്ങളുടെ മനസ്സിൽ UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ വേണ്ടത്, ഒന്ന് പോൾ റോമർ ആണ്, രണ്ട് റോബർട്ട് ലുക്കാസ് ആണ്. ഈ രണ്ടു പേരും കൂടിയാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി പറയുന്നത് ടെക്നോളജി എന്താണ്, ആ പേര് തന്നെയുണ്ട്, അത് എൻഡോജീനിയസ് ആണ്. അപ്പൊ സോളോ ഗ്രോത്ത് മോഡലിലോ അത് എക്സോജീനിയസ് ആയിരുന്നു. ഔട്ട്സൈഡ് ദ മോഡൽ സംഭവിക്കുന്നതാണ് സോളോ മോഡലിലെ ഗ്രോത്ത്. എന്നാൽ വിത്തിൻ ദ മോഡൽ സംഭവിക്കുന്നതാണ് നമ്മൾ പറയുന്ന ഈ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ടെക്നോളജി ഈസ് എൻഡോജീനിയസ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ ദ ഇക്കോണമി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ, ഇന്നോവേഷനിലൂടെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലൂടെ വിത്തിൻ ദ ഇക്കോണമി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ത്, എൻഡോജീനിയസ് ടെക്നോളജി എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് നമുക്കറിയാം, വി ഹാവ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, വി ഹാവ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ആൻഡ് വി ഹാവ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറച്ചാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾക്ക് എക്സാക്ട്ലി ഈക്വൽ ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. അപ്പൊ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ടെക്നോളജി മാത്രമല്ല, ഒന്ന് ടെക്നോളജി എൻഡോജീനിയസ് ആണ്, അതല്ലാണ്ട് ഹ്യൂമൻ ക്യാപിറ്റലിന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഹ്യൂമൻ സ്കില്ല്, ഇതൊക്കെ എന്താവും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നോളജ് സ്പിൽ ഓവർ ഉണ്ട്. അതായത് ഒരു സ്പിൽ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, സ്പില്ല് ചെയ്യാണ് അല്ലെ, ഒരു സ്പില്ലിംഗ് ആണ്. അതായത് ഒരു ഫേം, ഇപ്പൊ ഞാനും ഹെൽനയും അതുപോലെ തന്നെ ബിബിതയും ഹൃദയയും ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ഫേമുകളാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കുന്ന ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യും, അത് ബിബിതയുടെ ഫേമിനെ ഹെൽപ്പ് ചെയ്യും. അതാണ് സ്പിൽ ഓവർ. അല്ലെങ്കിൽ ബിബിത കണ്ടുപിടിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യും, അടുത്ത ആളുടെ, ഹെൽനയുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ, എൻ്റയർ ഇക്കോണമിയിൽ എന്തുണ്ടാവും, ഒരു നോളജ് സ്പിൽ ഓവർ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻഡോജീനിയസ് ഗ്രോത്തിൽ എന്തുണ്ട്, ഈ ഗ്രോത്ത് തിയറിയിൽ എന്തുണ്ട്, ഗവൺമെന്റിന്റെ പോളിസിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗവൺമെന്റിന് ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷനിലൂടെ, റിസർച്ചിന് സബ്സിഡീസ് കൊടുക്കുന്നതിലൂടെ, ഇന്നോവേഷൻസിന് സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് IPR പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ പോളിസീസിന് എന്തുണ്ട്, ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് AK മോഡൽ എന്ന് പറയുന്നത്. AK മോഡലിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ഇവിടെ കൊടുത്തിട്ട്, അപ്പൊ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് AK മോഡൽ ഏത് തരത്തിലുള്ള തിയറിയാണെന്ന് ചോദിക്കും. അത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Y ഈസ് ഈക്വൽ ടു AK. Y എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ആണ്. A എന്ന് പറഞ്ഞാൽ ടെക്നോളജി പാരാമീറ്റർ ആണ്. K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. അതായത് ഇവിടെ എന്തില്ല, നിയോ ക്ലാസിക്കൽ മോഡൽ ആയിട്ടുള്ള സോളോ ഗ്രോത്ത് മോഡൽ നമ്മൾ പഠിച്ച പോലെ ഇവിടെ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, വി ഹാവ് സോളോ ഗ്രോത്ത് മോഡൽ ആൻഡ് വി ഹാവ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ. രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്, സോളോ ഗ്രോത്ത് മോഡൽ എക്സോജീനിയസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി അല്ലെങ്കിൽ AK മോഡൽ എന്താണ്, അത് എൻഡോജീനിയസ് ആണ്. സോളോ ഗ്രോത്ത് മോഡലിൽ ക്യാപിറ്റലിന് ഡിമിനിഷിങ് ഉണ്ട്,
പക്ഷേ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയിൽ റിട്ടേൺസ് ടു ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണ്. ലോങ് റൺ ഗ്രോത്ത് പോസിബിൾ ആവുന്നത് സോളോ ഗ്രോത്ത് മോഡലിൽ എക്സോജീനിയസ് ടെക്നോളജി കാരണമാണ്. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിൽ ഡ്യൂ ടു ഇംപ്രൂവ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ കൊണ്ടാണ്. അതുപോലെ തന്നെ സോളോ ഗ്രോത്ത് മോഡലിൽ ഗവൺമെന്റ് റോൾ ലിമിറ്റഡ് ആണ്. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിൽ ഗവൺമെന്റ് റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ സോളോ ഗ്രോത്ത് മോഡലിൽ ലെസ് എംപസൈസ്ഡ് ആണ്, അത് കുറച്ച് ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടുള്ളൂ. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷന്റെ ഏറ്റവും അവസാനത്തെ ഏരിയയിലേക്ക് പോവാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞു ഈ കഴിഞ്ഞ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വി ഹാവ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് വി ഹാവ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, അത് മോണിറ്ററിസ്റ്റിക് ടേമിലാണ്. അതായത് ഒരു കൺട്രിയുടെ നാഷണൽ ഇൻകം ഇംപ്രൂവ് ചെയ്യുക, GDP GNP പോലെയുള്ള നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. അത് പ്യുവർലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആയിരിക്കും. പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാളിറ്റേറ്റീവ് പ്ലസ് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. അതായത് പ്യുവർലി ഒരു മോണിറ്ററിസ്റ്റിക് ടേമിൽ നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ പറയാൻ പറ്റൂല. ഇവിടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലെ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ നമുക്ക് നാഷണൽ ഇൻകത്തിലൂടെയോ പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെയോ ഒന്നും മെഷർ ചെയ്യാൻ പറ്റൂല. മോഡേൺ ഇക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് PQLI പോലെയുള്ള, HDI പോലെയുള്ള, SDGs പോലെയുള്ള, SDGs എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള SDGs പറ്റിയിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പേപ്പർ 1 പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം എന്താണ് SDGs എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, അതായത് PQLI എന്നുള്ളത്. ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് മോറിസ് ഡേവിഡ് മോറിസ്. ഇത് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുടെ പേരാണെന്ത്, മോറിസ് ഡി മോറിസ്. ഓക്കെ, അത് 1970കളിലാണ് ഈ ഒരു PQLI മോറിസ് ഡി മോറിസ് ഡെവലപ്പ് ചെയ്യുന്നത്. PQLIയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ബേസിക് ലിറ്ററസി റേറ്റ്. ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ PQLIനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 1 ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, 2 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, 3 ബേസിക് ലിറ്ററസി റേറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഓരോന്നിന്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 0 to 100 ആണ്. ലിറ്ററസി ഇൻഡെക്സ് നമ്മൾ എടുക്കുകയാണ്, ലിറ്ററസി ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ അത് 0 to 100 ആയിരിക്കും അതിന്റെ വാല്യൂ കിടപ്പുണ്ടാവുക. ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് എടുക്കുകയാണ്, അത് 0 to 100 ആയിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടാവുക. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഗൈൻ 0 to 100 ആയിരിക്കും അതിന്റെയും വാല്യൂ ഉണ്ടാവുക. അപ്പൊ ഈ 3 എണ്ണവും നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഒക്കെ വാല്യൂസ്, ടേക്ക് എൻ എക്സാമ്പിൾ, ലിറ്ററസി റേറ്റ് 50 ആണ്, ലൈഫ് എക്സ്പെക്ടൻസി 60 ആണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് 5 ആണ് എന്ന് നിങ്ങൾ എടുത്തോളൂ. ഇത് 3ഉം നമ്മൾ ആഡ് ചെയ്തിട്ട് PQLI കണ്ടെത്താൻ വേണ്ടിയിട്ട് വി വിൽ ഡിവൈഡ് വിത്ത് 3. നമ്മൾ അതിനെ എന്ത് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിന് നമ്മൾ ആവറേജ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 1990ലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ട 2 പേരുകളാണ് മെഹബൂബുൽ ഹക്കും അമർത്യാസനും. മെഹബൂബുൽ ഹക്കും അമർത്യാസനും കൂടിയിട്ടാണ് 1990 ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എഗെയിൻ ഇവിടെയും നമ്മൾ 3 കാര്യങ്ങളെ തന്നെയാണ് പരിഗണിക്കുന്നത്: ഹെൽത്ത്,
എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ മൂന്ന് സോഷ്യൽ ഈ മൂന്ന് എന്താ പറയാ ഇക്കണോമിക് സോഷ്യൽ ഡയമെൻഷൻസിൽ വരുന്ന മൂന്ന് കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ചെടുക്കും. അതായത് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ജനിക്കുന്ന ഒരു കുട്ടിക്ക് വരുന്ന ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ നോക്കും. മെയിൻ ഇയർ ഓഫ് സ്കൂളിംഗ് ആൻഡ് എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് നമ്മൾ കൺസിഡർ ചെയ്യും. GNI, ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റയും നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മൂന്നെണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1/3 റൈസ് ടു പവർ ചെയ്യും. അതായത് ഹെൽത്ത് ഇൻഡെക്സ്, I എന്നുള്ളത് ഇൻഡെക്സ് എന്നാണ് കേട്ടോ. I ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഡെക്സ്, I എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, I ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻഡെക്സ്. അപ്പൊ ഇതാണ് HDI ഫോർമുല. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം, പവർ റൈസ് ടു 1/3 എന്നുള്ളതാണ് നമ്മൾ HDI കാണാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് HDI വാല്യൂവും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അതായത് HDIയുടെ വാല്യൂ 0.800 ആൻഡ് അതിന് മുകളിലാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് വെരി ഹൈ. ഇനി അതല്ല, HDI വാല്യൂ 0.700 മുതൽ 0.799 വരെയാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് ഹൈ. ഇനി അതല്ല 0.550 ആണ് മുതൽ 0.699 വരെയാണെങ്കിൽ HDI മീഡിയം ആണ്. 0.550 താഴെയാണെങ്കിൽ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്താണ്, വെരി ലോ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഉള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഏറ്റവും അവസാനം നമുക്ക് നോക്കാനുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്. യുണൈറ്റഡ് നേഷൻസ് 2015 ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2030 ആണ്. അതായത് 2030 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം, എല്ലാ രാജ്യങ്ങളും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2030 അകത്തായിട്ട് എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് മുമ്പ് ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് നമ്മൾ MDGs എന്നാണ് പറയാ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഇക്കണോമിക് ഗ്രോത്തിനെ ബാലൻസ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാക്കുക, എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക, ഇതിനെയൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ഇൻകം ഇംപ്രൂവ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതോ മാത്രമാവരുത്. SDGസിലെ 17 SDGസും 169 ടാർഗറ്റുകളുമുണ്ട്. അതും നിങ്ങൾ മറക്കരുത്. 17 SDGസും 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും 169 ടാർഗറ്റുകളുമാണ് ഇതിലുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട 17 ഗോളുകളെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്താണ് നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇനീക്വാളിറ്റീസ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇങ്ങനെ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമുക്കുള്ളത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2015 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 17 ഗോൾസ് ഉണ്ട്, 169 ടാർഗറ്റ്സ് ഉണ്ട്. റീപ്ലേസ്ഡ് MDGs, അതായത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വന്നിട്ടുള്ളത്. ടാർഗറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2030 ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ഡെവലപ്മെന്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്.
ഇനി നമുക്ക് നോക്കാനുള്ളത് പോവേർട്ടിയെ മെഷർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 ഏരിയാസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്ന HCR. ഹെഡ് കൗണ്ട് റേഷ്യോ മെഷർ ചെയ്യുന്നത് പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവേർട്ടി ലൈൻ. പോവേർട്ടി ലൈനിന് താഴെയുള്ള ആളുകളുടെ പ്രപ്പോർഷൻ, അതായത് ടോട്ടൽ പോപ്പുലേഷനിലേക്ക് ഇപ്പോൾ ടോട്ടൽ 1,00,000 ആളുകളുണ്ട്, അതിൽ 16 ആളുകൾ പുവർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഹെഡ് കൗണ്ട് റേഷ്യോ കാണുക? നമ്പർ ഓഫ് പുവർ അതെത്രയാണ്? 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അതെത്രയാണ്? 1,00,000 ഇൻറ്റു 100. ഇത് വളരെ സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ലോകത്താകമാനം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പോവേർട്ടിയുടെ ഇന്റൻസിറ്റിയെ ഇത് മെഷർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവർ എത്രത്തോളം പാവപ്പെട്ടവരാണ് എന്നും നമുക്കിത് പറഞ്ഞില്ല. നമുക്ക് ജസ്റ്റ് പാവപ്പെട്ടവരും ആ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പാവപ്പെട്ടവരുണ്ട് എന്നുള്ള ഒരു കണക്ക് നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് ഹെഡ് കൗണ്ട് റേഷ്യോ തരും. രണ്ടാമത്തെ ഒരു ഇൻഡെക്സ് ആണെന്ത്? പോവേർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. അതായത് ഓൾറെഡി പാവപ്പെട്ട ആളുകൾ ഉണ്ട്, അപ്പൊ അവർ എത്രത്തോളം പാവപ്പെട്ടവരാണ് എന്നുള്ളതാണ് പോവേർട്ടി ഗ്യാപ്പ് ഇൻഡെക്സിലൂടെ നമ്മൾ മെഷർ ചെയ്യാം. അതായത് പോവേർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ഡെപ്ത് ഓഫ് പോവേർട്ടി ബൈ കാൽക്കുലേറ്റിംഗ് ഹൗ ഫാർ പുവർ പീപ്പിൾ ആർ ബിലോ ദ പോവേർട്ടി ലൈൻ. പോവേർട്ടി ലൈനിൽ നിന്ന് എത്രത്തോളം അകലത്തിലാണ് പാവപ്പെട്ട ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫോർമുലയാണ് എന്ത്? പോവേർട്ടി ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു പോവേർട്ടി ലൈൻ മൈനസ് ആക്ച്വൽ ഇൻകം ഡിവൈഡഡ് ബൈ പോവേർട്ടി ലൈൻ. ഇതും എക്സാമിന് ഇതുപോലെ, നെറ്റ് എക്സാമിന് ഇതുപോലെ ചോദിക്കട്ടോ. പ്രോബ്ലം ചെയ്യാനൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. പോവേർട്ടി ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു പോവേർട്ടി ലൈൻ മൈനസ് ആക്ച്വൽ ഇൻകം ഡിവൈഡഡ് ബൈ പോവേർട്ടി ലൈൻ. അതായത് പോവേർട്ടി ലൈനിൽ നിന്ന് എത്രത്തോളം അകന്നിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഉള്ളത്, അതിന്റെ ഒരു ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ്, ഡെപ്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ പോവേർട്ടി ഗ്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഹെഡ് കൗണ്ട് റേഷ്യോവിനേക്കാൾ ബെറ്റർ ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനും ലിമിറ്റേഷൻ ഉണ്ട്. ഇനീക്വാളിറ്റി എമംഗ് പുവർ, നമ്മൾ പാവപ്പെട്ട കുറെ ആളുകൾ പറഞ്ഞു, അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട അതിദാരിദ്ര്യരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, കൂടിയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിലെ ഇനീക്വാളിറ്റി ഈ പാവപ്പെട്ടവർക്കിടയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യൂല, ഇത് മെഷർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മെഷർ ഓഫ് പോവേർട്ടി ആണെന്ത്? ലോറൻസ് കർവ് എന്നുള്ളത്. ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതൊരു ഗ്രാഫാണ് ലോറൻസ് കർവ് എന്നുള്ളത്. വൈ ആക്സിസില് പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് ഉണ്ടാവും, എക്സ് ആക്സിസില് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ഉണ്ടാവും. ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇതിന്റെ നടുവിലൂടെ പോകുന്ന ഒരു ലൈൻ ഓഫ് ഇക്വാലിറ്റി ഉണ്ടാവും ലോറൻസ് കർവിൽ. ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഈ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ ലോറൻസ് കർവ് എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. എത്രത്തോളം ഈ ഇക്വാലിറ്റി ഈ ഒരു ലൈനിൽ നിന്ന് എത്രത്തോളം അകലത്തിലാണ് നമ്മുടെ കർവ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇനീക്വാളിറ്റി കൂടും. ഇതൊരു വിഷ്വൽ മെഷർ ഓഫ് ഇനീക്വാളിറ്റി ആണ്. ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ കാണിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗിനി കോഎഫിഷ്യന്റിന്റെ ബേസിസുമാണ് എന്ത്? ലോറൻസ് കർവ് എന്നുള്ളത്. ഗിനി കോഎഫിഷ്യന്റ് ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വൺ ഓഫ് മെഷർമെന്റ് ഓഫ് ഇനീക്വാളിറ്റി എന്നുള്ളത്. ഇത് ലോറൻസ് കർവിൽ നിന്ന് തന്നെയാണ്, ലോറൻസ് കർവ് വെച്ചിട്ടാണ് നമ്മൾ ഗിനി കോഎഫിഷ്യന്റിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ഇക്വാലിറ്റി ലൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ അണ്ടർ ഇക്വാലിറ്റി ലൈൻ. ഇതും നിങ്ങൾക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോറൻസ് കർവ്. ഗിനി കോഎഫിഷ്യന്റ് ഇക്വേഷൻ ആണെന്ത്? ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ദ ഇക്വാലിറ്റി ലൈൻ ആൻഡ് ടോട്ടൽ ഏരിയ അണ്ടർ ഇക്വാലിറ്റി ലൈൻ. ഇതിന്റെ റേഞ്ച് ആണെന്ത്? ഒന്ന് 0 ആണെങ്കിൽ പെർഫെക്റ്റ് ഇക്വാലിറ്റി ഉണ്ട്, ഇനി അതല്ല 1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് ഇനീക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത്. അതായത് ലോവർ ഗിനി ആണെങ്കിൽ, ഗിനി കോഎഫിഷ്യന്റിന്റെ വാല്യൂ കുറവാണെങ്കിൽ മോർ ഈക്വൽ ആയിരിക്കും. ഹയർ ഗിനി കോഎഫിഷ്യന്റ് ആണെങ്കിൽ, ഗിനി കോഎഫിഷ്യന്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ മോർ ഇനീക്വാലിറ്റി, മോർ അൺഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇനിയുള്ളതാണ് കൂസ്നെറ്റ് ഹൈപ്പോത്തിസിസ്.
കൂസ്നെറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാല് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അത് പറയുന്നത് ഒരു കൺട്രിയിൽ ഗ്രോത്തോ ഡെവലപ്മെന്റോ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൺട്രി ഡെവലപ്പ് ആവുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിൽ എന്ത് ചെയ്യും, അവിടെ ഇനീക്വാളിറ്റിയും കൂടും. അത് അതായത് ഇപ്പൊ ഇന്ത്യ എങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ എന്ത് ചെയ്യും, ഇന്ത്യയിലുള്ള ഇനീക്വാളിറ്റിയും കൂടും. സൈമൺ കൂസ്നെറ്റ് പ്രപ്പോസ്ഡ് ദാറ്റ് ഇനീക്വാളിറ്റി ഇനീഷ്യലി ഇൻക്രീസസ് ഡ്യൂറിങ് ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ ആദ്യ സമയങ്ങളിൽ ഇനീക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ലേറ്റർ ഡിക്രീസസ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ മെച്യൂർസ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു മെച്യൂർ ആകുന്ന സമയത്ത്, മെച്യൂർ ആവുന്ന പറഞ്ഞാൽ ഒരു വികസിച്ച ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പോസിബിൾ ആവുന്ന സമയത്ത് ഈ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇതൊരു യു ഷേപ്പ് ആയിരിക്കും, ഇങ്ങനെ യു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ഇൻവേർട്ടഡ് യു ഷേപ്പ് കർവ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്, ഏർലി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻക്രീസസ് അർബൻ റൂറൽ ഗ്യാപ്പ്. ഇൻഡസ്ട്രിയലൈസേഷന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും, റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, മോർ വൈഡ്ലി, ഇത് കഴിഞ്ഞാല് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാല് ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, മോർ വൈഡ്ലി എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന തരത്തിൽ മാറും എന്നുള്ളതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും അവസാന സംഭവമാണ് പാൽമ റേഷ്യോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരിക്കല് നെറ്റ് എക്സാമിൽ. അപ്പൊ നിങ്ങൾ എന്താ വലിയൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ സെമസ്റ്റർ എക്സാമിന് പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. പാൽമ റേഷ്യോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റിയിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള 10% ആളുകളെ നമ്മൾ എടുക്കും, അവരുടെ ഇൻകം ഷെയർ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഒരു ഇക്കോണമിയിലെ ഏറ്റവും പുവർ ആയിട്ടുള്ള 40% ആളുകളെ നമ്മൾ എടുക്കും, അവരുടെ ഇൻകം ഷെയറും എടുക്കും. എന്നിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യും, തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ നോക്കും. അതായത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള 10% ആളുകളെ നമ്മൾ എടുക്കും, ഏറ്റവും പുവർ ആയിട്ടുള്ള 40% ആളുകളെ എടുക്കും. അതിനുശേഷം ഈ പുവറും ഈ റിച്ചസ്റ്റുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ഹയർ പാൽമ റേഷ്യോ ഇൻഡിക്കേറ്റ് ക്രിയേറ്റർ ഇനീക്വാളിറ്റി. നല്ല പാൽമ റേഷ്യോ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇനീക്വാളിറ്റി എന്താണ്, വളരെ കൂടുതലാണ് എന്നാണ്. സോ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കേസിൽ ഇത്രയാണ് പറയുന്നത്. നമ്മുടെ ഇതാണ്, ഇതിൽ നമ്മൾ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു അല്ലെ. നമ്മളൊരു ടേബിൾ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഇക്കണോമിക് ഗ്രോത്ത്, എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആഡം സ്മിത്തിന്റെ തിയറി എന്താണ്, റിക്കാർഡോയുടെ തിയറി എന്താണ്, മാക്സിന്റെ തിയറി എന്താണ്, ഷോംപീറ്ററുടെ തിയറി എന്താണ്, റോസ്റ്റോ, ബാലൻസ്ഡ് ഗ്രോത്ത്, ബിഗ് ഫിഷ് തിയറി. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിന്റെ മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹാരോൾഡ് ഡോമർ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, സോളോ ഗ്രോത്ത് മോഡൽ ഡിസ്കസ് ചെയ്തു, റോബിൻസൺ മോഡൽ ഡിസ്കസ് ചെയ്തു, കാൾഡർ മോഡൽ ഡിസ്കസ് ചെയ്തു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. എന്നിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് ടെക്നിക്കൽ പ്രോഗ്രസ്, ഡിസ്എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണ്, എംബഡീഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണ്, എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി എന്താണ്, ഇതും നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, PQLI, HDI ആൻഡ് SDGs അല്ലെ. PQLI ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. ആരാണ് PQLI ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള്? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയൂ ചാറ്റ് ബോക്സിൽ. Who introduced the concept? Yes, മോറിസ് ഡി മോറിസ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മോറിസ് എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കട്ടോ. അതുപോലെ തന്നെ HDI ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അമർത്യാസൻ, മെഹബൂബ് അൽ ഹക്ക്. മെഹബൂബ് അൽ ഹക്കും അമർത്യാസനും അല്ലെ. ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, HDI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. SDGs നമ്മൾ എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2015 എന്ത് ചെയ്തത്, നമ്മൾ SDGs ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 17 ഗോളുകളാണ് ഉള്ളത് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ത് ചെയ്തു, പോവേർട്ടി ആൻഡ് ഇനീക്വാളിറ്റിയുടെ കോൺസെപ്റ്റുകളും മെഷർമെന്റുകളും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ നമ്മൾ കവർ ചെയ്യാത്തുള്ളത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ജെൻഡർ എന്നുള്ള ഏരിയയാണ്. അത് നോർമലി ചോദിക്കാറുള്ളത്
ഇന്ത്യൻ ഇക്കോണമിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ തുടക്കം മുതൽ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. നമ്മൾ ആക്ച്വലി മോർണിംഗ് എടുക്കേണ്ട സെഷൻ ആയിരുന്നു. ഇവിടെ വൈഫൈ ഇഷ്യൂ വന്നത് കൊണ്ടാണ് നമ്മൾ മോർണിംഗ് എടുക്കാഞ്ഞത്. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മുടെ ക്രാഷിൽ ജോയിൻ ചെയ്തിട്ടുള്ള